ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് നല്ലൊരു പത്തിരി റെസിപ്പിയാണ്. നോമ്പുകാലത്ത് ദിവസവും ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പത്തിരിയുടെ റെസിപ്പിയാണ് ഷെയർ ആക്കുന്നത്. കുക്കർ പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. അതിനു വേണ്ടി ഒരു കുക്കർ അടുപ്പിൽ വയ്ക്കാം. കുക്കറിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് വെള്ളം ചേർത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായി തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്ലെയിം ലോയിലേക്ക് ആക്കി വെക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്റ്റീൽ തവി കൊണ്ടോ സ്പൂണ് കൊണ്ടോ നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോയിലാക്കി വെക്കണം. പൊടി ഒട്ടും അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. നോർമലി നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടുന്നത് പോലെ തന്നെ എല്ലാ ഭാഗവും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം സ്പൂൺ മാറ്റി വയ്ക്കാം. ഇനി കുക്കർ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. കുക്കറിന് മൂടി ക്ലോസ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ അടച്ചു വയ്ക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാം. 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിന് ചൂടൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാകും. ഈ സമയത്ത് കുഴച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് കയ്യിൽ എണ്ണ തടവിയ ശേഷം ഇത് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം. നോർമലി നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടിക്കഴിഞ്ഞാൽ ചൂടനെ തന്നെ പൊടി കുഴച്ചെടുക്കേണ്ടതാണ്. എന്നാലാണ് നന്നായിട്ട് കുഴഞ്ഞു കിട്ടുന്നത്. എന്നാൽ കുക്കർ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് കുക്കറിലിട്ട് പൊടി വാട്ടുന്നത് കൊണ്ട് തന്നെ ഇത് കവർ ചെയ്ത് വെച്ച് 10-15 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ തന്നെ പൊടി നന്നായി കുക്കായി വന്നിട്ടുണ്ടാകും. ഈ സമയത്ത് നമുക്ക് കുഴച്ചെടുക്കാൻ വളരെ സിമ്പിളാണ്. നന്നായി ചൂടാറിയ ശേഷമാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. പൊടി നന്നായി കുഴച്ചെടുത്ത ശേഷം നമുക്കിതുപോലെ ചെറിയ ബോൾസ് ഉണ്ടാക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് പ്രസ്സിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയെടുക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് തടവി കൊടുത്താൽ മതി. എല്ലാ ബോൾസും പരത്തുന്ന സമയത്ത് ഇതുപോലെ എണ്ണ തടവി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി പത്തിരി ചുട്ടെടുക്കാൻ തുടങ്ങാം. ഓരോന്നായി പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടി പാൻ അടുപ്പിൽ വെച്ച് നന്നായി ഹീറ്റ് ചെയ്തെടുക്കണം. നന്നായി ചൂടായ പാനിലേക്ക് വേണം പത്തിരി പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ. പത്തിരി ചുട്ടെടുക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് വേണം വെക്കാൻ. ആദ്യം പാനിൽ ഇട്ട് കൊടുത്ത പത്തിരി ആദ്യം മറിച്ചിടണം. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കറക്കി എല്ലാ ഭാഗവും ഒരുപോലെ ചൂടാവുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി നന്നായി ഒന്നൊരു കുമള വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഇട്ട പത്തിരി വേണം ആദ്യം മറിച്ചിട്ട് കൊടുക്കാൻ. എപ്പോഴും ആ ഒരു ഓർഡർ കീപ്പ് ചെയ്ത് വേണം പത്തിരി ചുട്ടെടുക്കാൻ. ആദ്യം ഇട്ടത് ആദ്യം മറിച്ചിട്ട്, പിന്നീട് ഇട്ടത് രണ്ടാമത് മറിച്ചിട്ട്, അങ്ങനെ ചുട്ടെടുക്കണം. പത്തിരി ചുട്ടെടുക്കുന്ന സമയത്ത് പാനിൽ ഏറ്റവും കൂടുതൽ ഹീറ്റുള്ള ഭാഗം ഏതാണോ ആ ഭാഗത്ത് വേണം ആദ്യം പത്തിരി ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഈ പാനിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്താണ് മറിച്ചിട്ട് കൊടുക്കുന്നതെല്ലാം. എല്ലാ പത്തിരിയും ആ ഭാഗത്തേക്ക് മാറ്റി മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങിക്കിട്ടും. ഇതുപോലെ നല്ലതായിട്ട് പൊങ്ങി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി പത്തിരി ചുട്ടിടുമ്പോൾ അടച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ ഒരു തുറന്ന കുട്ടയിലോ അല്ലെങ്കിൽ സ്ട്രെയിനറിലോ ആവി പോകുന്ന രീതിയിൽ വേണം പത്തിരി ചുട്ട് ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയി ചൂടാറുന്ന സമയത്ത് നമുക്കിതുപോലെ അടക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ പത്തിരി നന്നായി ചൂടാറ്റിയെടുത്ത ശേഷം വേണം കാസറോളിലേക്കോ മറ്റ് അടച്ച പാത്രങ്ങളിലേക്കോ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് തട്ടി അതിൻ്റെ ആവി കൊണ്ട് തന്നെ പത്തിരി കുതിർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ പത്തിരി ഉണ്ടാക്കിയെടുക്കാം. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.